യൂട്യൂബ് ക്ലാസ് കാണുന്നത് നിർത്ത്. യൂട്യൂബ് ക്ലാസ് എങ്ങനെ കാണണമെന്ന് ഞാൻ പറഞ്ഞുതരാം, എങ്ങനെ കാണരുതെന്ന് ഞാൻ പറഞ്ഞുതരാം. പ്ലീസ് ഈ വീഡിയോ മൊത്തം കാണുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇതൊരു യൂട്യൂബ് ക്ലാസ് എടുക്കുന്ന ടീച്ചർ തന്നെ പറയാണ് ക്ലാസ് കാണരുത്, എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവും. ഓക്കെ, ഫസ്റ്റ് തന്നെ മക്കളെ, ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു 5-6 വർഷം മുമ്പ് വരെയെങ്കിലും ഓക്കെ, നമ്മൾ എന്താ ചെയ്യുക, എക്സാമിൻ്റെ തലേ നിങ്ങളൊന്നും പഠിച്ചില്ലെങ്കിൽ ഇതായിരിക്കും സിറ്റുവേഷൻ. കാണുന്ന ബുക്കുകളൊക്കെ തുറന്നു നോക്കും, പറ്റുന്ന പോലെ എന്തെങ്കിലുമൊക്കെ പഠിക്കും, ചപ്പ പഠിക്കും. പക്ഷേ എക്സാം എന്താണ്, കൊളാവും. കാരണം എക്സാമിൻ്റെ തലേന്ന് പഠിച്ച് മാത്രം പോയാൽ ഒന്നും നടക്കൂല. എക്സാം വളരെ സിമ്പിളായ, ഭാഗ്യം ഉണ്ടെങ്കിൽ പാസ്സാവും. പക്ഷേ നിങ്ങൾക്കറിയാം അവസ്ഥ എന്താണ്. ഇന്നെന്താ വ്യത്യാസം? വലിയ വ്യത്യാസമൊന്നുമില്ല. കുറേ ബുക്കുകളൊന്നും തുറന്ന് പഠിക്കുന്നതിന് പകരം കിട്ടുന്ന ലൈവുകളൊക്കെ ഇങ്ങനെ സദ്യ പോലെ കിട്ടും അല്ലേ. 10 hours ലൈവ് മാത്സ് ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ 10 hour ലൈവ് പോയി കാണും അല്ലേ. കംപ്ലീറ്റ് മാത്സ് മൺഡേ, ടോപ്പ് ഷോർ ക്വസ്റ്റ്യൻസ്, എക്സാം ക്വസ്റ്റ്യൻസ്, പ്രഡിക്ഷൻ, അതൊക്കെ കിട്ടും. പിന്നെ ഇത് എക്സാമിൻ്റെ തലേന്ന് ഇതൊക്കെ കണ്ടിട്ട് ഇതാ ഒരു കമൻ്റ് ഉണ്ടാവും, ഇത് കണ്ടാൽ A+ കിട്ടുമോ, ഇത് കണ്ടാൽ ഫുൾ മാർക്ക് കിട്ടുമോ. മക്കൾ ആലോചിച്ചു, ഒരു വർഷത്തെ ഫുൾ സിലബസ് പഠിക്കുന്നതിന് പകരം തലേ ദിവസം, അത് പഠിക്കാത്തവരെ പറ്റിയിട്ട് പറയണം കേട്ടോ, ഈ ലൈവുകളെ കുറ്റം പറയല്ല, എക്സാമിൻ്റെ തലേന്ന് ഒന്നും പഠിക്കാത്തവർ വന്നിട്ട് ചെയ്യും, ഇത് കണ്ട A+ കിട്ടും, ഇത് കണ്ട A+ കിട്ടും, ഇതുണ്ട് ഫുൾ മാർക്ക് കിട്ടുമോ, ഇതുണ്ട് പാസ്സാവൂല, ഫുൾ മാർക്ക് കിട്ടൂല. കാരണം എന്താ, ഒരു വർഷം പഠിക്കേണ്ട സിലബസ്. ഈ ലൈവുകൾ ആർക്ക് വേണ്ടിയിട്ടാണ്? ഒന്നും പഠിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണോ? അല്ല, ഒരു വർഷം മൊത്തം പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ചെങ്കിലും പഠിച്ചവർക്ക് റിവിഷൻ ആയിട്ടാണ് ഇതൊക്കെ, റിവിഷന് വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് എക്സാമിന് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ആൻസർ കീയിൽ കാണിച്ചു തരും. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അടുത്ത ദിവസം എക്സാമിന് വരും. പക്ഷെ പ്രശ്നം എന്താണ്, നിങ്ങൾക്ക് ഇതൊക്കെ 10-20 മണിക്കൂറിന്റെ ക്ലാസ് അടുത്ത ദിവസം ഇങ്ങനെ എന്താ ഫോട്ടോഗ്രാഫിക് മെമ്മറി പോലെ ഓർത്തെടുക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ എന്താ പ്രശ്നം? പ്രശ്നം ഇത്രേ ഉള്ളൂ, നിങ്ങൾ എക്സാമിന് മാസങ്ങൾ മുമ്പേ ഉള്ളത് ഓക്കെ, ബാച്ച് ക്ലാസ് ആയിക്കോട്ടെ, വൺ ഷോട്ട് ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, അതൊന്നും കാണില്ല, അതൊന്നും എനിക്ക് വേണ്ട. വൺ ഷോട്ട് ക്ലാസ്സിന് വരില്ല, വേണ്ട. എനിക്കിപ്പോൾ എന്തിനാ, ഇപ്പം എൻജോയ് ആണ്, റിലാക്സ് ആണ് അല്ലേ. ബാച്ചിലെ ലൈവ് ക്ലാസ് വേണ്ട, പിന്നെന്താ ക്വസ്റ്റ്യൻസ് വേണ്ട. എക്സാമിൻ്റെ തലേന്ന് വരും അല്ലേ. ഇവിടെ ഒരു 1000 വ്യൂവേഴ്സ് ആണെങ്കിൽ ഇവിടെ ഒരു 10 ഇരട്ടി 20 ഇരട്ടി വ്യൂവേഴ്സ് ഉണ്ടാവും. കാരണം എന്താണ്, എക്സാമിൻ്റെ തലേന്ന് എല്ലാവർക്കും ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് വേണം, പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് വേണം, A+ കിട്ടാനുള്ള ക്വസ്റ്റ്യൻസ് വേണം, മോർണിംഗ് ബൂസ്റ്റർ വേണം. ഇതാണ് മിസ്റ്റേക്ക്. ഈ ക്ലാസ് കാണരുന്നോ അല്ല ഞാൻ പറയുന്നത്. എക്സാമിന് മുമ്പ് നമ്മൾ കുറേ ക്ലാസ്, ലൈവിലായിക്കോട്ടെ, ബാച്ച് ആയിക്കോട്ടെ, നിങ്ങൾക്ക് യൂട്യൂബ് ആയിക്കോട്ടെ, കുറേ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊന്നും ആർക്കും വേണ്ട. എന്നിട്ട് നേരെ കയറി ഇവിടെ വരും, എന്നിട്ട് പറയും ഇതൊക്കെ പഠിച്ചു, പക്ഷെ ഞാൻ എക്സാം തൂക്കിയല്ല, എക്സാം ഞങ്ങൾ തൂക്കി എന്ന് പറയും. ഇവിടെ അങ്ങനെ നടക്കുന്ന കാര്യമാണ്. ഇത് മാത്രം കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എക്സാം തൂക്കാനൊന്നും പറ്റില്ല, എക്സാം നിങ്ങൾ തൂക്കും, അതാണ് അവസ്ഥ. ഓക്കെ, ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പം തന്നെ ചെറിയ ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും. എല്ലാ ക്ലാസ്സിലെ പാറ്റേൺ മാറുന്നുണ്ട്, ടഫറാക്കുന്നുണ്ട്, സിലബസ് മാറിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ടഫറാക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് എന്താണ്, തലേ ദിവസം ലൈവുകൾ മാത്രം കണ്ടാൽ നല്ല മാർക്ക് മേടിക്കാൻ പറ്റില്ല, ചിലപ്പോൾ പാസ്സാവും, നല്ല മാർക്ക് മേടിക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ യൂട്യൂബ് ക്ലാസ് എന്തിനാ ഉപയോഗിക്കണം? യൂട്യൂബ് ക്ലാസ് ആയിക്കോട്ടെ, ബാച്ച് ക്ലാസ് ആയിക്കോട്ടെ, നിങ്ങൾ റെഗുലർ ഏർലി സ്റ്റഡിങ്ങിന് ഉപയോഗിക്കുക. ആരും നിർത്തുന്നില്ല. അവിടെ യൂട്യൂബിൽ ഈ ചാനലിൽ പോയി നോക്ക്, ലൈവ് ക്ലാസ്സസ് ഒക്കെ ഉണ്ട്, വൺ ഷോട്ട് ക്ലാസ് ഒക്കെ ഉണ്ട്, ഉപയോഗിക്കുക. അല്ലെങ്കിൽ ബാച്ചിലർ ക്ലാസ് നേരത്തെ ഉപയോഗിക്കുക. എക്സാമിന് തലേന്നല്ല ഉപയോഗിക്കേണ്ടത്. ഓക്കെ, എക്സാമിന് തലേന്ന് വന്ന് കണ്ടോ ഷുവർ ക്വസ്റ്റ്യൻസും ടോപ്പ് ക്വസ്റ്റ്യൻസും 10 hour ലൈവ് ഒക്കെ, പക്ഷെ പഠിച്ച് കഴിഞ്ഞിട്ടായിരിക്കണം വന്ന് കാണുന്നത്. ഓക്കെ, റിവിഷൻ ആയിരിക്കണം, ഫൈനൽ റിവിഷൻ ആയിരിക്കണം അത്. ഈ ക്വസ്റ്റ്യൻ ലൈവ് ഒക്കെ നേരത്തെ കണ്ടോ, ഒരു പ്രശ്നമല്ല, നേരത്തെ കണ്ടാലേ പറ്റുള്ളൂ. ഓക്കെ, എന്തിനാ ഉപയോഗിക്കേണ്ടത്? ഷുവർ ക്വസ്റ്റ്യൻസ് വിത്തൗട്ട് സ്റ്റഡിങ് എനിത്തിങ് വന്ന് കണ്ടിട്ട് ഒരു കാര്യമില്ല. ഒന്നും അറിയാത്ത ആൾ ഷുവർ ക്വസ്റ്റ്യൻ അവിടെ വന്നിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യൂട്യൂബ് ക്ലാസ് കറക്റ്റ് ഉപയോഗിക്കും. യൂട്യൂബ് ക്ലാസ് വെറുതെ കണ്ടിട്ട് ഒരു കാര്യമില്ല, എങ്ങനെ ഉപയോഗിക്കണമെന്ന് മനസ്സിലായല്ലോ. ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. ആദ്യം മുതൽ നിങ്ങൾ പഠിക്കാൻ റെഡിയാണ്, ഈ വർഷമെങ്കിലും ഈ എക്സാം കഴിഞ്ഞ് ഈ വർഷമെങ്കിലും ഒരു മാറ്റം വരുന്ന റെഡിയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പെർഫെക്റ്റ് സൊല്യൂഷൻ പറഞ്ഞുതരാം. മക്കളെ, 7th സ്റ്റാൻഡേർഡ് ജേർണി അടിപൊളിയായിട്ട് പഠിക്കാൻ, ഫുൾ എൻജോയ് ചെയ്ത് മനസ്സിലാക്കി മാക്സിമം മാർക്സോടെ ഈസി ആയിട്ട് മേടിക്കാനുള്ള ബാച്ച് നമ്മളിതാ 7th സ്റ്റാൻഡേർഡ് ക്ലാസ് 60 ഉണ്ട്. എക്സാമിനറോട് ജോയിൻ ചെയ്താൽ അടിപൊളിയായിരിക്കും 7th സ്റ്റാൻഡേർഡ് ജേർണി. എന്തൊക്കെ കിട്ടും? ലൈവും റെക്കോർഡ് ക്ലാസ്സും കിട്ടും, PDF നോട്ട്സ് കിട്ടുന്നതായിരിക്കും, വർക്ക് ഷീറ്റ്സും എക്സാംസും കിട്ടും. വളരെ അഫോർഡബിൾ ആയ ഫീസ് 2490. ഇത് ലിമിറ്റഡ് ടൈമിനുള്ളൂ. മനസ്സിലാക്കേണ്ടത്, ഇത് മാസമുള്ള ഫീസല്ല, ഒരു വർഷം. നിങ്ങൾ 7ാം ക്ലാസ്സിൽ എക്സാമിനർ ആകെ തരാണ് 2490 ആണ്, ഒരു വർഷത്തേക്ക് മൊത്തം. അത് കഴിഞ്ഞൊരു ഫീസ് ഉണ്ടാകുന്നതായിരിക്കില്ല, അത് കുറച്ച് കഴിഞ്ഞാൽ കൂടുന്നതായിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വേദന പേരൻസിനോട് പറയാം, ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ ഈ നമ്പറിലേക്കോ കോൺടാക്ട് ചെയ്യാം, വിളിക്കാം, അടിച്ചു പൊളിച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ, ബൈ, സി യു ഇൻ സൃഷ്ടി ബാച്ച്.